ഇന്നിപ്പോൾ ഒരുപാട് റിസ്റ്റ് ആൻഡ് ഹാൻഡ് പെയിൻസ് കൂടി വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പം അതിനെപ്പറ്റി ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു പക്ഷേ നമ്മുടെ ഫോണിൻ്റെ ഹോൾഡിങ്, നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു അപാകതയായിരിക്കാം. സോ ഇതിനകത്ത് ഫോൺ ഫിംഗറിങ് എന്ന് പറയും. നമ്മളിപ്പോൾ നമ്മുടെ ഫോണ് ലിറ്റിൽ ഫിംഗറിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി ഫിംഗേഴ്സ് കൊണ്ട് ഗ്രിപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മുടെ ലോഡ് ഈ ഫ്രണ്ടിൽ കാണുന്ന ടെൻഡോൺസിലും ബാക്കിലേക്കുള്ള ടെൻഡോൺസിലോട്ട് വരികയാണ്. സോ അത് കാരണം FCU, ECU എന്ന് പറയുന്ന ടെൻഡോൺസിലോട്ട് ലോഡ് വന്നിട്ട് ടെൻഡോണൈറ്റിസ് ഡെവലപ്പ് ചെയ്യാം. നമുക്ക് സാധാരണ ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിച്ചതിന് ശേഷം പെയിനായിട്ടായിരിക്കും പേഷ്യൻസ് വരുന്നത്. പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചിട്ട് സ്ട്രെയിൻ പറ്റിയിട്ട് വീക്കായിട്ടായിരിക്കാം ഈ വേദനയായിട്ട് ആൾക്കാർ വരിക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ഉൾവശം, നമ്മുടെ കാർപ്പൽ ടണൽ ഏരിയയിൽ ഒരുപാട് ക്രൗഡിങ് സംഭവിക്കുകയും ഇപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോംസ് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫിംഗർ ഉപയോഗിച്ചാണല്ലോ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുക. കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ ഫോർവേഡ് മൂവ്മെൻറ്റ്സ് ചെയ്യുകയും അത് കാരണം നമ്മുടെ ഇവിടുത്തെ CMC ജോയിൻറ്റ്, കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻസിനകത്തോട്ട് സ്ട്രെയിൻ ഉണ്ടാക്കുക. അതുപോലെ ഇവിടുത്തെ ടെൻഡോൺസ്, ഡിക്കിനുവൻസ് ടെൻഡോൺസിനകത്ത് നീരുണ്ടാക്കുക. ഇതെല്ലാം കണ്ടിന്യൂസ്ലി ഫോൺ ഉപയോഗം കാരണം കണ്ടുവരുന്നുണ്ട്. സോ ഇതിനൊരു പരിഹാരം, ഒന്ന് നമ്മുടെ ഈ പൊസിഷൻ മാറ്റുക, ഒന്ന് ഫിംഗറിൻ്റെ പൊസിഷൻ മാറ്റി പിടിക്കുക. അതുപോലെ പറ്റിയാൽ വെയ്റ്റ്ലെസ് ഫോൺ ഉപയോഗിക്കുക, കണ്ടിന്യൂസ്ലി സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്സും ഡെയിലി ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന് നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ചെയ്യാൻ പറ്റുന്ന പരിഹാരം.